ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സത്യങ്ങളെല്ലാം അറിഞ്ഞ നിധിയും ഗൗതമും ആ വീട്ടിൽ നിന്നും ഇറങ്ങാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പാർവതി അങ്ങ് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറയാണ്, നിങ്ങൾ എവിടേക്കും പോവില്ല എന്ന് പറയുമ്പോൾ നിധി പറയാണ്, ഇനി ഞങ്ങൾ എങ്ങനെ ഈ വീട്ടിൽ താമസിക്കും അമ്മ? എനിക്കും ഈ വീട്ടിൽ അമ്മയോടൊപ്പം താമസിക്കണം എന്നാണ് ആഗ്രഹം. പക്ഷേ എനിക്ക് ഗൗതമിൻ്റെ മനസ്സുകൂടി ഞാനൊന്ന് നോക്കണ്ടേ? ഗൗതമിനെ കൊല്ലാൻ വേണ്ടി വന്ന ഗുണ്ടയോടൊപ്പം ചിരിച്ചാണ് ഈ നിൽക്കുന്ന വസുന്ധര മേഡം സംസാരിച്ചത്. ചോദിച്ചപ്പോൾ എന്നെ തട്ടിക്കൊണ്ടു പോവാൻ പ്ലാൻ ചെയ്തത് എന്നാണ് പറഞ്ഞത്. പക്ഷേ എന്താണെങ്കിലും അത് അന്യായമല്ലേ? എനിക്കും ഇവിടെ നിന്ന് പോവാൻ ആഗ്രഹമുണ്ടായിട്ടല്ല. പക്ഷെ ഗൗതം എവിടെയാണ് ഉള്ളത് അവിടെ ഇരിക്കാനാണ് എനിക്കും താല്പര്യം. വാ നിധി, നമുക്ക് പോവാം എന്ന് പറയുന്ന സമയത്ത് പാർവതി അങ്ങ് പൊട്ടിക്കരഞ്ഞോണ്ട് പറയാണ്, നീ പോവരുത് മോനെ, ഇവിടെ അച്ഛനില്ല, ഇപ്പൊ പ്രണവില്ല, ഈ സമയത്ത് നീ പോവരുത്. അവർ വന്നാൽ അവർക്ക് എത്രമാത്രം അധികം വിഷമാവും. നീ ഇവിടെ തന്നെ നിൽക്കുക എന്ന് പറയുമ്പോൾ, ഇനി ഞാൻ എന്തിനു ഇവിടെ നിൽക്കണം? ഇവിടെ നിന്നുകൊണ്ട് എന്നെ കൊല്ലാൻ വേണ്ടിയിട്ടല്ലേ ഇവരുടെയൊക്കെ പ്ലാൻ എന്ന് പറയുമ്പോൾ വസുന്ധര അങ്ങ് കരഞ്ഞോണ്ട് പറയാണ്, എന്താ ഗൗതം ഇങ്ങനെ പറയുന്നത്? നീ ഒരിക്കലും ഈ വീട് വിട്ടു പോവരുത് എന്നും പറഞ്ഞ് വസുന്ധര ഗൗതമിന്റെ കയ്യിൽ കയറി പിടിക്കാൻ കേട്ടോ. അതോടുകൂടി ഗൗതമിനെ ദേഷ്യം പിടിച്ചിട്ട് വസുന്ധര ഒരു തള്ളങ്ങ് വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വസുന്ധര നേരെ ഒരു സോഫയിൽ പോയി വീഴാട്ടോ. അപ്പോഴത്തേക്കും ശിവാനി ഓടിച്ചെന്ന് ആന്റി എന്ന് പറഞ്ഞ് വിളിക്കാണ്. അപ്പോഴത്തേക്കും നിധിയെയും കൂട്ടി ഗൗതം പോവാൻ നിൽക്കുമ്പോൾ പാർവതിയും വസുന്ധരയൊക്കെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് തടയുന്നുണ്ടെങ്കിലും ശിവാനി അപ്പോഴത്തേക്കും ഒരു നമ്പർ ഇറക്കാണ്. എന്നിട്ട് പറയാണ്, ഗൗതം, നിങ്ങൾ രണ്ടുപേരും ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോയാൽ നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കുക? അതിനുള്ള പൈസ എവിടെ നിന്നും കിട്ടും? നിങ്ങൾക്ക് ഭക്ഷണത്തിനും നിങ്ങളുടെ മറ്റുള്ള കാര്യങ്ങൾക്കുമൊക്കെ പൈസയ്ക്ക് പൈസ തന്നെ വേണ്ടേ? അപ്പോൾ നിധി തന്നെ അതിശയിച്ച് ഇവൾ എന്താ ഈ പറഞ്ഞു വരുന്നത് എന്നുള്ള ഭാവത്തിൽ നോക്കാൻ കേട്ടോ. അപ്പോൾ ശിവാനി പറയാം, ഓ അത് ശരി, നിങ്ങളെ കയ്യിൽ പേഴ്സ് നിറയെ കാശുണ്ടാവും, പിന്നെ മൊബൈലുണ്ട്, ഡെബിറ്റ് കാർഡുണ്ട്, ക്രെഡിറ്റ് കാർഡുണ്ട്, അതൊക്കെ ഈ വീട്ടിലെ കാശാണെങ്കിലും നിങ്ങൾ അതുമായിട്ടാണ് പോകുന്നതെങ്കിൽ പിന്നെ ഇപ്പൊ എന്താ ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുന്നതിന് ഒരു പേടിയും വേണ്ടല്ലോ? അപ്പോൾ അത് കേട്ടപ്പോൾ ഗൗതം പറയണ, നീ എന്ത് ഉദ്ദേശിച്ചതാണ് ഈ പറയുന്നത് എന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാൻ തന്നെ ഈ വീട്ടിലെ ഒരു അന്യയാണ്, പിന്നെ എന്തിനാണ് എനിക്ക് ഈ വീട്ടിലെ കാശും പണവും സ്വത്തുമൊക്കെ എന്നും പറഞ്ഞ് ഗൗതമിന്റെ കയ്യിലുള്ള എല്ലാതും അവിടെ അങ്ങ് വെക്കുകയാണ് കേട്ടോ. മൊബൈലും വാച്ചും പേഴ്സും ക്രെഡിറ്റ് കാർഡും അങ്ങനെ എല്ലാതും വെക്കുകയാണ്. അതുപോലെ നിധിയുടെ കയ്യിലുള്ള വളയൊക്കെ ഊരി അവിടെ ഒരു വെക്കുകയാണ് കേട്ടോ. അങ്ങനെ അത് കാണുന്ന സമയത്ത് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ്, ഓഹോ, ഞാൻ ഉദ്ദേശിച്ചതുപോലെ തന്നെയാണല്ലോ എല്ലാം നടക്കുന്നത്. ഇനി നിങ്ങളൊക്കെ എങ്ങനെ ജീവിക്കും എന്നുള്ളത് നമുക്ക് നോക്കാം എന്നൊക്കെ മനസ്സിൽ ചിന്തിക്കുമ്പോൾ പാർവതി പറയണ, എന്താ ശിവാനി നീ കാണിക്കുന്നത്? വസുന്ധര, നീ എന്താ ഒന്നും പറയാതെ നിൽക്കുന്നത് എന്നൊക്കെ ചോദിക്കാട്ടോ. അങ്ങനെ വസുന്ധരയ്ക്ക് ഒരക്ഷരം പോലും മിണ്ടാനാവാതെ കരഞ്ഞുകൊണ്ടാണ് നിധിയും ഗൗതമും ഇങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്നത്. അങ്ങനെ ഗൗതം നിധിയുമായിട്ട് ആ പടി ഇറങ്ങാണ്. അപ്പോൾ പാർവതി പുറകെ ചെല്ലാണ് കരഞ്ഞുകൊണ്ട് യാചിച്ചുകൊണ്ട്, ഗൗതം നീ പോവരുത്, നീ എൻ്റെ ജീവനാണ് മോനെ, നീ ഞങ്ങളെ തനിച്ചാക്കി പോവരുത് എന്നൊക്കെ കരയുമ്പോഴും ഗൗതം അതൊന്നും കേൾക്കാൻ കൂട്ടാക്കുന്നില്ല കേട്ടോ. അങ്ങനെ നിധിക്ക് വല്ലാത്ത സങ്കടം വരികയാണ്. അപ്പോൾ നിധി പറയണം, അമ്മ കരയുന്നത് കണ്ടില്ലേ ഗൗതം എന്ന് പറയുമ്പോൾ, നിധി നീ ഒന്നും മിണ്ടാതിരിക്കും, ഞാൻ എൻ്റെ മനസ്സ് കല്ലാക്കിയിട്ടാണ് ഈ വീടിൻ്റെ പടി ഇറങ്ങുന്നത്, നീ ഇനി എന്നെ മനസ്സ് മാറ്റല്ലേ എന്ന് പറഞ്ഞ് നിധിയെയും കൂട്ടി ഗൗതം പോവാട്ടോ. അപ്പോൾ പുറകെ പാർവതി കരഞ്ഞുകൊണ്ട് യാചിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ഗൗതം നീ പോവരുത് മോനെ എന്ന് പറഞ്ഞ് കരയുമ്പോഴും ഗൗതം അതൊന്നും കേൾക്കാതെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ വസുന്ധര അങ്ങ് തളർന്നു പോവുകയാണ്. ഗൗതമും നിധിയും ആ പടി ഇറങ്ങിയപ്പോൾ ശിവാനിയാണെങ്കിലോ മനസ്സുകൊണ്ട് വല്ലാതെ സന്തോഷിക്കുകയാണ്. ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നടന്നല്ലോ, ഇനി എൻ്റെ ഭരണമാണ്, ഞാനാണ് ഇവിടുത്തെ റാണി എന്നൊക്കെ സ്വയം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശിവാനി അകത്തേക്ക് റൂമിലേക്ക് പോവാണ്. അപ്പോൾ പാർവതി യാചിച്ചുകൊണ്ട് വീണ്ടും ഗൗതമിനോട്, വാ പോവാം, നമുക്ക് വീട്ടിലേക്ക് പോവാം എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, ഇല്ല അമ്മേ, ഞാൻ ഇനി ആ വീട്ടിലേക്കുമില്ല, ഞാനില്ല എന്ന് കരുതിയാൽ മതി, ഞാനില്ലെങ്കിലും അമ്മ എന്തായാലും പ്രണവിൻ്റെയും യാമിനിയുടെയും കൂടെ സന്തോഷത്തോടു കൂടി ജീവിക്കില്ലേ? എന്നെ ദത്തെടുത്തില്ല എന്നുണ്ടെങ്കിൽ അമ്മ അതൊന്ന് ചിന്തിച്ചു നോക്ക്, അപ്പോൾ ഞാനില്ലാതെയും അമ്മയ്ക്ക് ജീവിക്കില്ലേ? അമ്മ ജീവിക്കില്ലേ? പിന്നെ എന്തിനാണ് അമ്മ ഇങ്ങനെയൊക്കെ വിളിക്കുന്നത്? എനിക്കിനി ആ വീട്ടിലേക്ക് വരാൻ കഴിയില്ല, എനിക്കാണ് ആരുമില്ലാത്തത്, അമ്മയ്ക്ക് എല്ലാവരും ഉണ്ട് എന്ന് പറയുമ്പോൾ പാർവതിക്ക് അത് സഹിക്കാൻ കഴിയുന്നില്ല കേട്ടോ. എന്താ മോനെ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അമ്മ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്ക്, ഞാൻ പറഞ്ഞതിൽ എന്ത് തെറ്റാണുള്ളത്? വസുന്ധര ചെയ്ത തെറ്റിന് നീ എന്തിനാണ് മോനെ എന്നെ ശിക്ഷിക്കുന്നത്? നിന്നെ ഞാൻ 30 വർഷത്തോളമായി നെഞ്ചോട് ചേർത്ത് വളർത്തിയതല്ലേ, എന്നിട്ട് എന്താ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്? നീ എൻ്റെ കൂടെ വാ, നിനക്ക് എല്ലാവരും ഉണ്ട്, ഞാനും നിൻ്റെ അച്ഛനും പ്രണവും യാമിനിയും ഒക്കെ ഉണ്ട്, നീ ഞങ്ങളുടെ മൂത്ത മകനായിട്ട് ഇനി പഴയതുപോലെ തന്നെ സന്തോഷത്തോടു കൂടി നമുക്ക് ജീവിക്കാം, നീ വാ മോനെ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ, ഇല്ല പാറു, ഞാൻ ഇനി ആ വീട്ടിലേക്ക് വരില്ല. നീ വീട്ടിലേക്ക് വരില്ലെങ്കിൽ എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യാം, ഞാൻ തന്നെ നിൻ്റെ കൂടെ വരാം, എനിക്ക് നീ ഇല്ലാതെ ജീവിക്കാൻ കഴിയില്ല, അവസാന കാലം വരെ നിൻ്റെ മുഖം കണ്ട് മാത്രം എനിക്ക് ജീവിച്ചാൽ മതി, എനിക്ക് ഭക്ഷണം പോലും നീ തരണ്ട എന്ന് പറയുമ്പോൾ ഗൗതമും നിധി അങ്ങ് ഞെട്ടിപ്പോവാട്ടോ. അപ്പോൾ നിധിക്ക് അത് കേട്ടപ്പോൾ വല്ലാത്ത സങ്കടം വരികയാണ്. അങ്ങനെ നിധി പാർവതിയെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അമ്മേ എന്ന് പറഞ്ഞ് കരയാണ്. അപ്പോൾ ഗൗതം പറയാണ്, അമ്മ എൻ്റെ കൂടെ വരുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ, പക്ഷേ എല്ലാവരും ഇനി അടുത്തത് എന്നെ കുറ്റപ്പെടുത്താൻ വേണ്ടി പോകുന്നത് ദത്തെടുത്ത പുത്രൻ അമ്മയുമായിട്ട് പോയി കടന്നു കളഞ്ഞ
പറഞ്ഞു എന്നാവും ഇനി അടുത്ത പരാതി വരാൻ പോകുന്നത്. അങ്ങനെ ഒരു പഴി കൂടി എൻ്റെ തലയിൽ വെക്കണോ അമ്മേ എന്ന് ചോദിക്കട്ടോ. പ്രണവും യാമിനിയൊക്കെ ഇനി അതാണ് ചോദിക്കാൻ പോകുന്നത്. അപ്പോൾ പാർവതി കരഞ്ഞുകൊണ്ട് പറയണേ, നീ എന്ത് പറഞ്ഞാലും ശരി, നിന്നെ ഞാൻ വിടില്ല, നീ എൻ്റെ കൂടെ വന്നേ പറ്റൂ എന്ന് പറയുമ്പോൾ, ഇല്ല അമ്മേ, ഇനി ഞാൻ അവിടേക്ക് വരും, ഞാൻ നിൻ്റെ കാല് പിടിക്കാം എന്ന് പറഞ്ഞ് ഗൗതമിൻ്റെ കാലിൽ വീഴാൻ കേട്ടോ. അപ്പോൾ ഗൗതം പറയണേ, ഇനി എനിക്ക് ആ മഹാപാപവും എൻ്റെ തലയിൽ വെക്കണോ അമ്മേ? എൻ്റെ കാലിൽ വീണ പാപം കൂടി എൻ്റെ തലയിൽ എന്തിനാണ് അമ്മ വെക്കുന്നത്? എവിടെ കിടന്ന് എന്നെ ദത്തെടുത്തോണ്ട് വന്ന് സ്നേഹം മുഴുവനും തന്ന് എന്നെ വളർത്തി വലുതാക്കിയതിന് അമ്മയുടെ കാലാണ് ഞാൻ വീഴേണ്ടത് എന്ന് പറഞ്ഞ് ഗൗതം പോവാൻ നിൽക്കുമ്പോൾ പാർവതി അങ്ങ് തടയണേ, ഇല്ല, നിന്നെ ഞാൻ പറഞ്ഞു വിടില്ല എന്ന് പറയുമ്പോൾ, ഞാൻ ജീവനോടെ ഇരിക്കണമെങ്കിൽ അമ്മ എന്നെ ഇപ്പോൾ പറഞ്ഞു വിടണം എന്ന് പറയട്ടോ. അപ്പോൾ പാർവതി അത് കേട്ടപ്പോൾ അങ്ങ് പെട്ടെന്ന് ഞെട്ടിപ്പോവാണ്. അങ്ങനത്തെ ഒരു വാക്ക് കേട്ടപ്പോൾ അങ്ങനെ പാർവതി കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഗൗതം പാർവതിയുടെ കവളിൽ കൈകൊണ്ടങ്ങ് തലോടുകയാണ് കേട്ടോ. എന്നതിൻ്റെ ശേഷം പാർവതിയുടെ കാലിൽ തൊട്ട് അനുഗ്രഹം വാങ്ങിയ ശേഷം ഗൗതം പൊട്ടിക്കരഞ്ഞുകൊണ്ട് നിധിയുടെ കൈ പിടിച്ച് അവിടെ നിന്ന് അങ്ങ് പോവാട്ടോ. അതോടുകൂടി പാർവതി അങ്ങ് കുഴഞ്ഞു പോവുകയാണ്. പാർവതി പൊട്ടിക്കരഞ്ഞുകൊണ്ട് തളർന്നുകൊണ്ട് അവിടെ തന്നെ ഇരുന്നുകൊണ്ട് അങ്ങ് കരയാട്ടോ. അപ്പോഴേക്ക് നിധി ഗൗതം അമ്മ പാവം എന്നൊക്കെ പറയുമ്പോഴും ഗൗതം അതൊന്നും കേൾക്കാൻ കൂട്ടാക്കാതെ നിധിയുടെ കൈയും പിടിച്ച് അവരങ്ങ് നടന്നു പോവാണ്. ഈ സമയം വസുന്ധര പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ശിവാനി അവിടേക്ക് വരികയാണ്. എന്നിട്ട് ശിവാനി മനസ്സിൽ ചിന്തിക്കുകയാണ്, എനിക്ക് കിട്ടേണ്ട അവസ്ഥയാണ് ഇപ്പോൾ വസുന്ധര മേഡത്തിന് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഞാൻ രക്ഷപ്പെട്ടു. ജ്യോതി ആൻറ്റിയുടെ ബുദ്ധിപരമായ നീക്കം കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. ഇനിയിപ്പോൾ ഇവിടുത്തെ റാണിയായി എനിക്ക് ജീവിക്കാം. ഇനി എന്നെ സംശയം വരാതിരിക്കാൻ വേണ്ടിയുള്ള അടുത്ത അടവെടുക്കാം എന്ന് മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ശിവാനി വസുന്ധരയുടെ അടുത്തേക്ക് ചെല്ലുകയുണ്ടോ. എന്നിട്ട് വസുന്ധരയെ ആശ്വസിപ്പിക്കുന്ന രീതിയിൽ അങ്ങ് സംസാരിക്കുകയാണ്. ആൻറ്റി ഇങ്ങനെ വിഷമിക്കരുത്. ആൻറ്റി ഗൗതമിൻ്റെ നല്ലത് മാത്രമാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരിക്കലും ഒരു അമ്മയ്ക്ക് സ്വന്തം മക്കളെ കൊല്ലാൻ കഴിയില്ലല്ലോ. എന്നിട്ട് അതുപോലും മനസ്സിലാക്കാതെയാണല്ലോ ഗൗതം ആൻറ്റിയെ കുറ്റപ്പെടുത്തി സംസാരിച്ചത്. ഗൗതം ശരിക്കും ഒരു ബുദ്ധിയില്ലാത്തവനാണെന്ന് പറയുമ്പോൾ വസുന്ധര എന്ത് എന്നങ്ങ് ചോദിച്ചപ്പോൾ ആ സ്വരത്തിലൊരു വ്യത്യാസം കണ്ടതോടുകൂടി ശിവാനി പെട്ടെന്ന്, അല്ല, ഗൗതമിന് നല്ല ബുദ്ധിയുണ്ട്, പക്ഷേ ഗൗതമിൻ്റെ ബുദ്ധിയെല്ലാം കളയിപ്പിക്കുന്നതും കെടിയിപ്പിക്കുന്നതും എല്ലാം ആ നിധിയാണ്. നിധി ഓരോന്ന് കുത്തിത്തിരിപ്പ് പറഞ്ഞു കൊടുത്തിട്ടാണ് ഗൗതം ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ വസുന്ധരയ്ക്ക് ആ ശിവാനി പറയുന്നതിലും കാര്യമുണ്ടല്ലോ. ശിവാനി പറയണേ, ഇതിനെല്ലാം കാരണം ആ നിധിയുടെ അഹങ്കാരമാണ്. നിധിയെ ഈ വീട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി നമ്മൾ നോക്കിയിട്ട് അവൾ എന്താ ഇപ്പോൾ കാട്ടിയത്? അവൾ ഗൗതമുമായിട്ട് ഈ വീടിൻ്റെ പടിയിറങ്ങി. ഗൗതമിനെ ഇത്രയും കാലം വളർത്തി വലുതാക്കിയ ആൻറ്റിക്ക് പോലും ഒരു സ്ഥാനം തരാതെ ഗൗതമിനെ ഈ നാട്ടിൽ ഒരു വിലയും നിലയും ഉണ്ടാക്കി കൊടുത്തിട്ട് ഇപ്പോൾ ഗൗതമിൻ്റെ കാര്യം നോക്കി ഈ പടി ഇറങ്ങിപ്പോയി. ഇപ്പോൾ നിങ്ങളുടെയൊക്കെ അവസ്ഥ കണ്ടില്ലേ? വസുന്ധര ശിവാനിയോട് ചോദിക്കാൻ, അല്ല, നിനക്കറിയാമായിരുന്നോ CKCയുടെ അടുത്തേക്ക് ആ ഗുണ്ട വരുന്ന കാര്യം? അത് നീ അറിഞ്ഞുകൊണ്ടാണോ എന്നെ അവിടേക്ക് പറഞ്ഞു വിട്ടത് എന്നങ്ങ് ചോദിച്ചതോടുകൂടി ശിവാനി പെട്ടെന്നങ്ങ് പതറുകയാണ്. അത് പിന്നെ ആൻറ്റി, എനിക്കറിയില്ല, ഞാൻ അറിഞ്ഞിട്ടില്ല, എനിക്കറിയില്ലല്ലോ, ഞാൻ എങ്ങനെ അറിയാനാണ് ആ ഗുണ്ട അവിടേക്ക് വരുന്നത്? ഇതിൻ്റെയൊക്കെ പിറകിൽ കളിച്ചിട്ടുള്ളത് നിധി തന്നെയാണ്. നിധി എങ്ങനെയോ മണത്തറിഞ്ഞിട്ടുണ്ട് CKCയുടെ അടുത്തേക്ക് ആ ഗുണ്ട വരുന്ന കാര്യം. അതുകൊണ്ടായിരിക്കും നിധി ഗൗതമിനെയും കൂട്ടി അവിടേക്ക് പോയത്. അപ്പോൾ നീ പറഞ്ഞു വരുന്നത് CKCയുടെ ആളാണോ ആ റൗഡി? അപ്പോൾ എൻ്റെ ഗൗതമിനെ കൊല്ലാൻ വേണ്ടി CKC ആണോ ആളെ ഏർപ്പാടാക്കിയത് എന്ന് ചോദിക്കുമ്പോൾ വീണ്ടും ശിവാനി പതറിക്കൊണ്ട് പറയും, ഏയ് ഇല്ല, ആ റൗഡി പണത്തിന് വേണ്ടി ജോലി ചെയ്യുന്നവനല്ലേ. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഗൗതമിനെ കൊല്ലാൻ നോക്കിയത് ആരാവും എൻ്റെ ഗൗതമിനെ കൊല്ലാൻ വേണ്ടി അവന് കൊട്ടേഷൻ കൊടുത്തത്? അത് ചോദിച്ചതോടുകൂടി വീണ്ടും ശിവാനി പതറിക്കൊണ്ട് പറയണേ, അത് പിന്നെ ആൻറ്റി, അത് നിധി തന്നെയായിരിക്കും. എനിക്ക് ആൻറ്റിയോട് അത്രയ്ക്ക് ദേഷ്യവും വെറുപ്പുമല്ലേ. അപ്പോൾ അവൾ കളിച്ച നാടകമായിരിക്കും, അവളും ആ റൗഡിയും ചേർന്ന് ഒത്തു കളിച്ചതായിരിക്കും എന്ന് പറയുമ്പോൾ കുട്ടിയായ വസുന്ധര അതൊക്കെ അങ്ങ് വിശ്വസിക്കാണ്ട്, ആ നിധി ഈ പറയുന്നതിലും കാര്യമുണ്ട്, അവൾക്ക് എന്നോട് അത്രയ്ക്ക് ദേഷ്യമല്ലേ, അപ്പോൾ അവൾ ചെയ്ത ഡ്രാമ തന്നെയാണ് ഇത്. ആൻറ്റി ഇത് വെറുതെ വിടരുത്. ആ നിധിയെ ഗൗതമിൻ്റെ അടുത്ത് നിന്നും പിരിക്കണം. അതിനുള്ള വഴിയാണ് ആൻറ്റി ഇനി നോക്കേണ്ടത്. എന്നിട്ട് ഗൗതമിനെ തിരിച്ച് ആൻറ്റിയുടെ ജീവിതത്തിലേക്ക് തന്നെ കൊണ്ടുവരണം എന്ന് പറയുമ്പോൾ വസുന്ധര പറയണം, അങ്ങനെ തന്നെയാണ് ഞാൻ ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നത്. നിധി ഒരിക്കലും ഗൗതമിൻ്റെ കൂടെ ജീവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അതിന് ഞാൻ ഏതറ്റം വരെയും പോവും. അവൾ ആദ്യം മുതലേ തന്നെ വിജയിച്ചു കൊണ്ടിരിക്കുകയാണ്, എന്നെ എപ്പോഴും തോൽപ്പിച്ചു കൊണ്ടാണ്. പക്ഷേ ഇനി ഞാൻ അത് വിടില്ല. എൻ്റെ ഗൗതമിന് ഞാനാണ് ഏറ്റവും പ്രിയപ്പെട്ടത്, നിധിയല്ല എന്നുള്ളത് ഞാൻ തെളിയിക്കും. എൻ്റെ ഗൗതമിനെ പഴയതുപോലെ എന്നിലേക്ക് തന്നെ ഞാൻ കൊണ്ടുവരും. ഈ വീട്ടിലേക്ക് ഞാൻ ഗൗതമിനെ കൊണ്ടുവരും പറഞ്ഞ് വസുന്ധര റൂമിലേക്ക് പോവാൻ കേട്ടോ. അങ്ങനെ ശിവാനി പിന്നെ അടുത്ത നമ്പറുമായിട്ട് നേരെ പാർവതിയുടെ അടുത്തേക്ക് ചെല്ലുകയാണ്. അപ്പോൾ പാർവതിയാണെങ്കിൽ കരഞ്ഞ് ക്ഷീണിച്ചുകൊണ്ട് ഗൗതം വരാത്ത വിഷമത്തിൽ വന്നിട്ട് നേരെ ഉമ്മറപ്പടിയിൽ അങ്ങ് കെടുക്കണം കേട്ടോ. ഉമ്മറപ്പടിയിൽ അങ്ങ് തല വെച്ച് പൊട്ടിക്കരയുകയാണ്. അപ്പോൾ ശിവാനി അഭിനയിച്ചുകൊണ്ട് പാർവതിയുടെ അടുത്ത് ചെന്നിട്ട് ആശ്വാസവാക്കുകൾ പറയട്ടോ. അമ്മ ഇങ്ങനെ വിഷമിക്കേണ്ട, ഗൗതമും നിധിയും ഇവിടേക്ക് തന്നെ തിരിച്ചു വരും. നിധി ഇവിടേക്ക് തന്നെ ഗൗതമിനെ കൊണ്ടുവരും. എത്ര സ്നേഹത്തോട് കൂടിയിട്ടാണ്, എത്ര കരുതലോടെയാണ് അമ്മ ഗൗതമിനെ വളർത്തി വലുതാക്കിയത്. അമ്മ വിഷമിക്കേണ്ട, വാ, അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് പാർവതിയുടെ കൈ പിടിച്ച് ശിവാനി വലിക്കുകയാണ് കേട്ടോ. അതോടുകൂടി പാർവതിക്ക് അങ്ങ് ദേഷ്യം വരികയാണ്. അങ്ങനെ പാർവതി എണീറ്റ് നിന്ന ശേഷം
ശിവാനിയുടെ കാരണം നോക്കി ഒന്നങ്ങ് പൊട്ടിക്കുകയാണ്. എന്നിട്ട് പറയണേ, നീ അഭിനയിക്കണ്ടടി, നീയാണ് ഇതിൻ്റെയൊക്കെ പിറകിൽ കളിച്ചത് എന്നുള്ളത് എനിക്കറിയാം. നിൻ്റെ നാടകമൊക്കെ നിൻ്റെ കയ്യിലിരിക്കും. എൻ്റെ ഗൗതമും നിധിയും ഇവിടേക്ക് തന്നെ തിരിച്ചു വരും എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ട് ശിവാനിയുടെ നേരെ അങ്ങ് പാർവതി പൊട്ടിത്തെറിച്ചുകൊണ്ട് അങ്ങ് ചെല്ലുകയാണ് കേട്ടോ. അങ്ങനെ ഒരു അടി കിട്ടിയതോടുകൂടി ശിവാനി മനസ്സിൽ പ്ലാൻ ചെയ്തതൊക്കെ തകർന്നു വീഴുമോ എന്നുള്ള പേടിയിൽ നിൽക്കും. ഈ സമയം നിധിക്കും ഗൗതമിനും ഒരു രൂപ പോലും ഇല്ലാതെ അവർ ബുദ്ധിമുട്ടാണ് കേട്ടോ. അങ്ങനെ നിധിക്ക് വെള്ളം കുടിക്കണമെന്ന് പറയുന്ന സമയത്ത് ഒരു വെള്ളം പോലും വാങ്ങാൻ കഴിയാതെ, ഗൗതമിൻ്റെ കയ്യിൽ അതുപോലും വാങ്ങാനുള്ള പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടാണ്. അങ്ങനെ അവർ നേരെ ഒരു അമ്പലത്തിൽ ചെന്ന് അവിടെ നിന്നാണ് നിധിയും ഗൗതമും വെള്ളം വാങ്ങിച്ചു കുടിക്കുന്നത് കേട്ടോ. അങ്ങനെ നിധി ഇനി കഴുത്തിലെ താലിമാല അങ്ങ് വിൽക്കുകയാണ്, പണയം വെക്കുകയാണ്. എന്നിട്ട് ഗൗതമിനും നിധിക്കും ജീവിക്കാനുള്ള ഒരു മാർഗം കണ്ടുപിടിക്കുകയാണ്. അങ്ങനെ താമസിക്കാൻ വേണ്ടി ഒരു വാടക വീട് സംഘടിപ്പിക്കുകയാണ്.